അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. അറിയില്ല. ഓക്കെ, നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്: പാർട്ടി, ഇറ്റ്സ് ലീഡർ ഭാരതീയ ജനസംഘ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി, സോഷ്യലിസ്റ്റ് പാർട്ടി സി രാജഗോപാൽ ആചാരി, കോൺഗ്രസ് ഫോർ ഡെമോക്രസി ജഗ്ജീവൻ റാം, സ്വതന്ത്ര പാർട്ടി ആചാര്യ നരേന്ദ്ര ദേവ്. ഹൗ മെനി ഓഫ് ദ എബോ ആർ കറക്റ്റ്ലി മാച്ച്ഡ്? ഈ പറയുന്നതിൽ എത്ര എണ്ണം കറക്റ്റായി മാച്ച് ആവുന്നുണ്ടെന്നാണ് ചോദ്യം. നോക്കാം. ഇതിൽ നിങ്ങൾക്ക് ഒരെണ്ണം വെട്ടിക്കളയാൻ പറ്റേണ്ടതല്ലേ ഇടേ? സോഷ്യലിസ്റ്റ് പാർട്ടിയെ വെട്ടിക്കളയാൻ പറ്റേണ്ടതല്ലേ? തെറ്റാണെന്നുള്ള കാര്യം. സോഷ്യലിസ്റ്റ് പാർട്ടി 34 നേതാവ് JP അല്ലേ, ജയപ്രകാശ് നാരായണൻ അല്ലേ? സോഷ്യലിസ്റ്റ് പാർട്ടി അത് നമ്മൾ സ്റ്റേറ്റ് 10th ലെവലിൽ തന്നെ പഠിക്കുന്ന കാര്യമാണേ. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാ, ശ്രദ്ധിച്ചെഴുതണം കേട്ടാ. സോഷ്യലിസ്റ്റ് പാർട്ടി സി ഗോപാലാചാരി അല്ല, അത് JP ആണ്, ജയപ്രകാശ് നാരായണനാണ്, 1934. അപ്പൊ എന്തായാലും ഒരെണ്ണം തെറ്റാണെന്ന് അറിയാം. ഓക്കെ, ഒരെണ്ണം തെറ്റാണെന്ന് അറിയാം. ഓക്കെ, രണ്ടാമത് തെറ്റാണെന്ന് അറിയാം. അങ്ങനെ ആർക്കും കിട്ടിയോ? അത് രണ്ടാമത് തെറ്റാണെന്നുള്ള കാര്യം കിട്ടിയോ? പക്ഷെ അത് വെച്ച് നമുക്ക് ഇത് എഴുതാൻ പറ്റത്തില്ല, കാരണം പലതും പാടാണ്. ഭാരതീയ ജനസംഘിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ല. ഭാരതീയ ജനസംഘ് നിങ്ങൾക്ക് ഡൗട്ട് ഇല്ല. ശ്യാമപ്രസാദ് മുഖർജി അല്ലേ? അത് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ? അറിയാമായിരുന്നു. ഓക്കെ, ഭാരതീയ ജനസംഘ് ശ്യാമപ്രസാദ് മുഖർജി 1951. പക്ഷേ നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ പോരാ. അതായത് ശ്യാമപ്രസാദ് മുഖർജി മാത്രം പഠിച്ചാൽ പോരാ, ഇദ്ദേഹത്തിന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ആരാണത്? മോദിജിയാണാ? അതെന്തല്ലാത്തത്? മോദിജി ആ സമയത്ത് ജനിച്ചില്ലെന്ന് തോന്നുന്നു. അല്ലല്ല, ചുമ്മാ പറഞ്ഞ. മോദിജി ആ സമയത്ത് ജനിക്കാൻ അല്ല, അദ്ദേഹത്തിന് ഇപ്പൊ എത്രയായി? ഇപ്പൊ അദ്ദേഹത്തിന് 70. ആ സമയത്ത് ജനിച്ചാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് അറിയാന്നുള്ള ആളാ. പക്ഷെ ആളിപ്പോ ജീവിച്ചിരിപ്പില്ല. അഖിൽ അങ്ങനെ എന്തോ ആണ്. അഖിൽ മോഹനൻ ആണെങ്കിൽ അത് ഞാനും ജനിച്ചില്ല സമയത്ത്. അഖിലല്ല, അടൽ ബിഹാരി വാജ്പേയി. AB വാജ്പേയി ആണ്. AB വാജ്പേയി. ഓക്കെ, AB വാജ്പേയി ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഭാരതീയ ജനസംഘ് 1951 ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി, AB വാജ്പേയി. സോഷ്യലിസ്റ്റ് പാർട്ടി തെറ്റാണ്. സി രാജഗോപാലാചാരി അല്ല, JP ആണ്, ജയപ്രകാശ് നാരായണനാണ്, 1934. കോൺഗ്രസ് ഫോർ ഡെമോക്രസി ജഗ്ജീവൻ റാം ആണോ? കോൺഗ്രസ് ഫോർ ഡെമോക്രസി ജഗ്ജീവൻ റാം ആണോ? അല്ലേ? വളരെ കോൺഗ്രസ് ഫോർ ഡെമോക്രസി ജഗ്ജീവൻ റാം ആണ്. ഓക്കെ, 1977. കോൺഗ്രസ് ഫോർ ഡെമോക്രസി ജഗ്ജീവൻ റാം ആണ്, 1977. കോൺഗ്രസ് ഫോർ ഡെമോക്രസി ജഗ്ജീവൻ റാം 1977. സ്വതന്ത്ര പാർട്ടി ആചാര്യ നരേന്ദ്രദേവ് ആണോ? സ്വതന്ത്ര പാർട്ടിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യൻ പെട്ടെന്ന് കിട്ടുമ്പോൾ നമ്മൾ ഓർക്കണമെന്നില്ല. സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി. അപ്പൊ അത് തെറ്റാണ്. സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരിയാണ്. സി രാജഗോപാലാചാരിയാണ് സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചത്. ഓക്കെ, വർഷം അറിയോടാ? സ്വതന്ത്ര പാർട്ടി 1959 ആണ്. 1959. ഓക്കെ, ഇപ്പൊ നമുക്കിവിടെ കറക്റ്റ്ലി മാച്ച്ഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ only 2 ആണ്. ഓപ്ഷൻ ബി only 2 ആണ് ആൻസർ. only 2. ഓക്കെ, അപ്പൊ പിള്ളേരെ പഠിച്ചോ. ഭാരതീയ ജനസംഘ് 1951 ശ്യാമപ്രസാദ് മുഖർജി, AB വാജ്പേയി. സോഷ്യലിസ്റ്റ് പാർട്ടി 1934 ജയപ്രകാശ് നാരായൺ. കോൺഗ്രസ് ഫോർ ഡെമോക്രസി 1977 ജഗ്ജീവൻ റാം. സ്വതന്ത്ര പാർട്ടി 1959 സി രാജഗോപാലാചാരി. ഓക്കെ, അപ്പൊ അത് ആർക്കും കിട്ടിയില്ലെന്ന് തോന്നുന്നു അല്ലേ? ആർക്കും കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ അല്ലേ ഇരുന്നത്? ആർക്കും കിട്ടിയില്ല. ഓക്കെ, അത് കുറ്റം പറയാൻ പറ്റത്തില്ല, അത് പാടാണ്. പക്ഷെ നിങ്ങൾ ഇതിൽ പലതും കേട്ടിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് കേട്ടിട്ടുണ്ട്, സ്വതന്ത്ര പാർട്ടി കേട്ടിട്ടുണ്ട്, ഭാരതീയ ജനസംഘ് കേട്ടിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസ് ഫോർ ഡെമോക്രസി പലരും ആദ്യമായിട്ടാണെന്ന് കേൾക്കുന്നത് അല്ലേ? ജഗ്ജീവൻ റാമിന്റെ പാർട്ടി നിങ്ങൾ വായിച്ചിട്ടൊക്കെ ഉണ്ടാവൂടാ. നിങ്ങൾ ടോപ്പിക്കൊക്കെ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്കത് എന്തില്ലായിരുന്നു, അതിനൊരു ഫെമിലിയർ അല്ലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പോയത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്തോ. Which of the following statements are correct about the Constitution of India? അതായത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ, കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ഓക്കെ,
powers of the municipalities are given in the part 9A of the constitution. ശരിയാണോ? ശരിയാണ്. ഓക്കെ, മുനിസിപ്പാലിറ്റികളെ കുറിച്ച് പറയുന്നത് പാർട്ട് 9A പഞ്ചായത്തിനെ കുറിച്ച് പറയുന്നത്, പഞ്ചായത്ത് രാജ് പറയുന്നത് ഏതിലാ പിള്ളേരെ? പഞ്ചായത്ത് രാജ് ഏതിലാ പറയുന്നത്? 9 ഓക്കെ, അടുത്ത എമർജൻസി provisions are given in part 18 of the constitution. Emergency provisions are given in part 18. ശരിയാണ്. ഓക്കെ, എമർജൻസിയെ കുറിച്ച് പറയുന്നത് പാർട്ട് 18 ആണ്. ശരിയാണ്. ഓക്കെ, 1-2 ശരിയാണ്. അടുത്ത provisions related to the amendment of the constitution are given in part 20 of the constitution. അതായത് അമെൻമെന്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ടത് പാർട്ട് 20 ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3. ഓക്കെ, ക്ലിയർ ആണ്. Which one of the following statements is correct as per the Constitution of India? ഏതേ? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നാ പറയുന്നത്. ശരിയാണോ? അല്ല, ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എങ്ങനെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരും? 2 സംസ്ഥാനങ്ങൾക്കിടയിലുള്ള വാണിജ്യവും വ്യാപാരവും ആ സ്റ്റേറ്റ് ലിസ്റ്റിൽ കൊണ്ടുവരാൻ പറ്റുമോ? പറ്റത്തില്ല. അത് യൂണിയൻ ലിസ്റ്റ്. അപ്പൊ അത് തെറ്റ്. ഓക്കെ, അത് തെറ്റ്. എവിടെ പേന? അത് തെറ്റ്. ഓക്കെ, അടുത്ത് കോർപ്പറേഷൻ. ഞാൻ 4ാമത്തെ ഓപ്ഷനിലേക്ക് പോണേ. കോർപ്പറേഷൻ ടാക്സ് ഈസ് എ സ്റ്റേറ്റ് സബ്ജക്ട് അണ്ടർ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. കോർപ്പറേറ്റ് നികുതി യൂണിയൻ ലിസ്റ്റ്. കോർപ്പറേറ്റ് നികുതി യൂണിയൻ ലിസ്റ്റ്. തെറ്റ്. ഓക്കെ, ഇന്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻ അന്തർ സംസ്ഥാന കുടിയേറ്റം ഈസ് എ സ്റ്റേറ്റ് സബ്ജക്ട് അണ്ടർ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. തെറ്റാണ്. ഓക്കെ, ഇന്റർ സ്റ്റേറ്റ് ക്വാറന്റൈൻ ഈസ് എ യൂണിയൻ സബ്ജക്ട് അണ്ടർ ദ യൂണിയൻ ലിസ്റ്റ്. നമ്മളിപ്പം ക്വാറന്റൈൻ ഒക്കെ നമ്മൾ ഈ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് കേട്ടതാണ്. മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ ക്വാറന്റൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അന്ന് പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതൊക്കെ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന കാര്യമാണോ? യെസ്, ക്വാറന്റൈൻ ആയാലും ആരോഗ്യമായാലും പൊതുജനാരോഗ്യമായാലും അതെല്ലാം ഗവൺമെന്റ് കീഴിൽ വരുന്ന. പൊതുജനാരോഗ്യം ലിസ്റ്റാ, പബ്ലിക് ഹെൽത്ത് ലിസ്റ്റാ? എനിക്ക് എപ്പോഴും പറയുന്നതാണ്, പബ്ലിക് ഹെൽത്ത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യമാണ് പബ്ലിക് ഹെൽത്ത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇതിൽ ഞാനൊരു എക്സ്ട്രാ ഒരു പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം പിള്ളേരെ. ആർട്ടിക്കിൾ 263 പ്രകാരമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഉണ്ട്. ആർട്ടിക്കിൾ 263 പ്രകാരമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഏതാണ്? ആർട്ടിക്കിൾ 263 പ്രകാരമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഉണ്ട്. ആർക്ക് പറയാം? ഇത് ഉത്തരം നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻസിൽ തന്നെ കിടപ്പുണ്ട്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് 263. ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് 263. ആരാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നത്? ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതി, പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്. ഓക്കെ, ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ ചെയർമാൻ ആരാണ്? ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ ചെയർമാൻ ആരാണ്? ആർക്ക് പറയാം? നിങ്ങൾക്ക് എല്ലാ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി. ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ ചെയർമാൻ ആരാണ്ട? പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ആർട്ടിക്കിൾ 263 ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ആണ്. ഓക്കെ, രാഷ്ട്രപതിയാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയെ നിയമിക്കുന്നത്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ ആണ് അതിന്റെ ചെയർമാൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Under which of the following articles of the Constitution of India has the Supreme Court of India placed the right to privacy? റൈറ്റ് ടു പ്രൈവസി ഒക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞായിരുന്നു. നമ്മളെ KS പുട്ടസ്വാമി കേസ് 2017 KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2017 ഓഗസ്റ്റിൽ വിധി വന്ന കേസ്. ഓക്കെ, ആ KS പുട്ടസ്വാമി കേസിൽ വിധി പറഞ്ഞ ആ ഒരു ഭരണഘടനാ ബെഞ്ചിൽ എത്ര ജഡ്ജിമാരുണ്ടായിരുന്നു അറിയോ? എത്ര ജഡ്ജിമാരുണ്ടായിരുന്നു?
ഭരണഘടനാ കേസുകളിൽ വിധി പറയുന്നത് എത്ര ജഡ്ജിമാരുടെ ബെഞ്ചാണ്? 5-ൽ കുറയാത്ത ഭരണഘടനാ കേസുകളിൽ 5-ൽ കുറയാൻ പാടില്ല. ഈ KS പുട്ടസ്വാമി കേസിൽ 9 പേരടങ്ങുന്ന ബെഞ്ചാണ് വിധി പറഞ്ഞത്. അതായത് നമ്മുടെ പ്രൈവസി അല്ലെങ്കിൽ സ്വകാര്യത മൗലികാവകാശമാക്കിക്കൊണ്ടുള്ള ഈ പറയുന്ന മൗലികാവകാശമാക്കിക്കൊണ്ടുള്ള ആ വിധി, സുപ്രീം കോടതിയുടെ വിധി ആർട്ടിക്കിൾ 21 ഉൾപ്പെടുന്നു എന്നുള്ള വിധി പറഞ്ഞത് 9 പേരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ചാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്തു വെച്ച് വേണം. ഭരണഘടനാ കേസുകളിൽ, ഭരണഘടന റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ വിധി പറയേണ്ടത് 5-ൽ കുറയാത്ത ജഡ്ജിമാരുടെ ബെഞ്ചാണ്. ഓക്കെ, മറ്റ് കേസുകളാണെങ്കിൽ 3 ആണല്ലേ? മറ്റ് കേസുകളാണെങ്കിൽ 3 ആണ്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. മറ്റ് കേസുകൾ, അതായത് കോറം, നമ്മുടെ സുപ്രീം കോടതിയുടെ കോറം എന്ന പോർഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടാ. മറ്റ് കേസുകളിൽ 3 ആണ്, ഭരണഘടനാ കേസുകളിൽ 5 ആണ്. അതൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. ഓക്കെ, അപ്പോൾ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയത്തിന് നിങ്ങൾ ഒരുപാട് കേട്ട കാര്യങ്ങൾ തന്നെയാണ്. പ്രൊവിഷൻസ് വിൽ കം ഇൻ ടു എഫക്ട് ഫ്രം 18th ലോക്സഭ. പ്രൊവിഷൻസ് വിൽ കം ഇൻ ടു എഫക്ട് ഫ്രം ദ 18th ലോക്സഭ. എടാ പിള്ളേരെ, ഇപ്പൊ ഉള്ളത് 18ാമത്തെ ലോകസഭയിൽ. 18ാമത്തെ ലോകസഭയിൽ വനിതാ സംവരണം ഉണ്ടോടെ? നീയൊക്കെ എന്തുവാ പറയുന്നേ? 18ാമത്തെ ലോകസഭ ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെയാ കുഴപ്പം. ചിന്തിക്കത്തില്ല. നിങ്ങൾ ചിന്തിച്ച് ഉത്തരം പറ. 18ാമത്തെ ലോകസഭയാണ് ഇപ്പോൾ ഉള്ളത്. 18ാം ലോകസഭയില് വനിതാ സംവരണം ഉണ്ടോ? 33% സംവരണം ഉണ്ടോ? ഇല്ല. അപ്പം അത് തെറ്റല്ലേ? ഒന്നാമത്തെ പ്രസ്താവന തെറ്റല്ലേ? ഈ ഒരൊറ്റ കാര്യം ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം എഴുതാം. കാരണം നമുക്ക് വേണ്ടത് ഏതാണ് കറക്റ്റ് എന്ന്. ഒന്നാമത്തെ തെറ്റാണെങ്കിൽ നമ്മൾ A വെട്ടി, B വെട്ടി, D വെട്ടി. നിങ്ങൾ എൻ്റെ അടുത്ത് സോറി പറയണ്ട, നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ ആലോചിക്കാത്ത വരുന്ന മിസ്റ്റേക്കുകളാണ്. നിങ്ങളത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടോ നിങ്ങൾ റിവിഷൻ ചെയ്യാത്തതുകൊണ്ടോ അല്ല നിങ്ങൾ പുറകിലോട്ടായി പോകുന്നത്. നിങ്ങളുടെ പ്രശ്നം വെപ്രാളമാണ്, ആലോചിക്കാത്തതാണ്. ഒന്ന് ചിന്തിച്ച്, ഇപ്പോൾ 18ാമത്തെ ലോകസഭ, ഇപ്പൊ 18ാമത്തെ ലോകസഭയിൽ ഇതില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മാത്രം മതിയായിരുന്നു. ഓക്കെ, ശരി, മാറിപ്പോയത്. ഓക്കെ, ശരി, നോക്കിയോ. അടുത്ത്, ദിസ് വിൽ ബി ഇൻ ഫോഴ്സ് ഫോർ 15 years ആഫ്റ്റർ ബിക്കമിങ് ആൻ ആക്ട്. അതായത് നമ്മൾ തന്നെ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ 104ാമത്തെ ഭേദഗതി എന്താ പിള്ളേരെ പറയുന്നേ? 104ാമത്തെ അമെന്റ്മെന്റ് എന്താ പറയുന്നത്? 104ാമത്തെ അമെന്റ്മെന്റ് ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം ഇല്ലാതാക്കി എന്ന് മാത്രമാണോ അതിൽ പറയുന്നേ? ലോകസഭയിലെയും. അതെ, എനിക്ക് വേണ്ടത് ആ പോയിന്റ് ആണ്. SC/ST സംവരണം, SC/ST സംവരണം. ഈ SC/ST സംവരണം ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും SC/ST സംവരണത്തെ 2030 വരെ നീട്ടി എന്നല്ലേ പറയുന്നേ? 10 വർഷത്തേക്ക് നീട്ടി 2030 വരെ ആക്കി എന്നാണ് പറയുന്നത്. അതായത് ഇതൊന്നും ആജീവൻ, അതായത് നമ്മുടെ ഉള്ള കാലം ഉള്ള കാര്യമല്ല. ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവും സംവരണങ്ങൾക്ക്. മനസ്സിലായ? നമ്മുടെ ലിമിറ്റ് ഉണ്ട്. അതായത് ഈ പറയുന്ന നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന സാധനം 15 വർഷത്തേക്ക് തന്നെയാണ്. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 15 വർഷത്തേക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്ന പിള്ളേരെ അത് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്ത്, there are provisions for the reservation of seats for scheduled castes women within the quota reserved for the scheduled caste. അതായത് ഇതിൽ തന്നെ ഈ വനിതാ സംവരണം വരുന്നതോടൊപ്പം തന്നെ അതിൽ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉള്ള സ്ത്രീകൾക്കും സംവരണം ഉണ്ടാകും എന്നാണ് പറയുന്നത്. മനസ്സിലായ? അപ്പൊ അതും എന്താണ് പിള്ളേരെ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ 2, 3 ശരിയായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ മറക്കണ്ട, 104ാമത്തെ ഭേദഗതി പ്രകാരമാണ് SC/ST സംവരണം 2030 വരെ നീട്ടിയത്. 2030 വരെ ലോകസഭയിലെ നിയമസഭയിലെ SC/ST സംവരണം നീട്ടിയത്. ഓക്കെ, ഇനി രാജ്യസഭയിലെ SC/ST സംവരണം എത്ര ശതമാനമാണ്? രാജ്യസഭയിൽ സംവരണം ഇല്ല. ഓക്കെ, രാജ്യസഭയിൽ യാതൊരുവിധ സംവരണവും ഇല്ല. ക്ലിയർ ആണ്. ഇനി ഈ നാരി ശക്തി വന്ദൻ അധിനിയം കുറച്ച് കാലം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് പോവാമേ. ഓക്കെ, നിങ്ങൾക്ക് ബ്രേക്ക് വേണ്ടല്ലോ? ബ്രേക്ക് വേണോ? ഇതിരി പോയാൽ പോരെ? ഇപ്പൊ കഴിയൂടാ. ഈ ക്വസ്റ്റ്യനും ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, പെട്ടെന്ന് പറഞ്ഞോളെ. നാരി ശക്തി വന്ദൻ അധിനിയം നമുക്കറിയാം, നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ബില്ലാണ്. ബില്ല് അവതരിപ്പിച്ചത് ലോകസഭയിലാണോ രാജ്യസഭയിലാണോ? 2023 സെപ്റ്റംബർ മാസം 19-ാം തീയതി
ലോകസഭയില് ആരവതരിപ്പിക്കുന്നു? 2023 സെപ്റ്റംബർ മാസം 19 ലോകസഭയില് നിയമമന്ത്രിയായിട്ടുള്ള ആരവതരിപ്പിക്കുന്നു? നിയമമന്ത്രിയായിട്ടുള്ള അർജുൻ റാം മേഘ്വാൾ അല്ലേ? അർജുൻ റാം മേഘ്വാൾ ഈ ബില്ല് അവതരിപ്പിക്കുന്നു. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യത്തെ ബില്ലാണ് ഈ പറയുന്ന നാരീശക്തി വന്ദൻ അധിനിയം. ആ ബില്ലിന്റെ പേരിങ്ങനെയാണ് നാരീശക്തി വന്ദൻ അധിനിയം അല്ലെങ്കിൽ വനിതാ സംവരണ ബില്ല്. സെപ്റ്റംബർ 20 ആര് പാസ്സാക്കുന്നത്? സെപ്റ്റംബർ 20 ആര് പാസ്സാക്കി? സെപ്റ്റംബർ 20 ലോകസഭ പാസ്സാക്കി. രാജ്യസഭ എപ്പോഴാ പാസ്സാക്കി? സെപ്റ്റംബർ 21 രാജ്യസഭ പാസ്സാക്കി. ഓക്കെ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പിട്ടത് എപ്പോഴാണ്? രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പിട്ടത് സെപ്റ്റംബർ 28 പ്രസിഡന്റ് ഒപ്പിട്ടു. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കേട്ടോ പിള്ളേരെ. അതായത് 2023 സെപ്റ്റംബർ മാസം 19 ലോകസഭയിൽ, അതായത് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യത്തെ ബില്ലായിട്ട് ലോകസഭയിൽ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിച്ചു. സെപ്റ്റംബർ 20 സെപ്റ്റംബർ 20 ലോകസഭ പാസാക്കി. 2023 സെപ്റ്റംബർ 21 രാജ്യസഭ പാസാക്കി. 2023 സെപ്റ്റംബർ 28 രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പിട്ടു. ലോകസഭയിലും നിയമസഭകളിലും ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലും 33% സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം. 33% സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം. അത് പറയുന്നത് 2029 19 ലോകസഭ മുതൽ നിലവിൽ വരും. 2029 19 ലോകസഭ മുതൽ നിലവിൽ വരും. അതായത് 2029 19 ലോകസഭ നിലവിൽ വരുന്നത്. ഇനി നിങ്ങൾ പഠിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഓക്കെ. ഒന്ന്, ഇതൊരു അമെൻമെന്റ് ആണ് അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്. അപ്പൊ എത്രാമത്തെ അമെൻമെന്റ് ബില്ലായിരുന്നു ഇത്? 128ാമത്തെ അമെൻമെന്റ് ബില്ലായിരുന്നു. 128ാമത്തെ അമെൻമെന്റ് ബില്ലായിരുന്നു. എത്രാമത്തെ ഭേദഗതിയായിട്ട് നിലവിൽ വന്നു ഇത്? 106ാമത്തെ ഭേദഗതിയായി നിലവിൽ വന്നു. 128ാമത്തെ ബില്ലായിരുന്നു, 106ാമത്തെ ഭേദഗതിയായിട്ട് നിലവിൽ വന്നു. നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, ഒരു ഭേദഗതിയിൽ ഒന്നുകിൽ ഒരു പുതിയ ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കും, അല്ലെങ്കിൽ നിലവിലുള്ള ആർട്ടിക്കിളിനെ എന്ത് ചെയ്യും? നിലവിലുള്ള ആർട്ടിക്കിളിനെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിലെ മാറ്റങ്ങൾ വരുത്തും. ഓക്കെ. ഇവിടെ സംഭവിച്ച എന്താണ്ടാ? ഇവിടെ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആർട്ടിക്കിളിൽ മാറ്റം. അതായത് നോക്കിക്കോണേ, ഇൻ ആർട്ടിക്കിൾ 239AA, അതായത് 239AA, അതായത് ഇൻ ആർട്ടിക്കിൾ 239AA ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇതിൽ എന്ത് ചെയ്തടാ? ഒരു കാര്യം ആഡ് ചെയ്തു, അതായത് ഇൻസർട്ട് ചെയ്തു. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? അപ്പം ഏത് ആർട്ടിക്കിളിലാണ് മാറ്റം വരുത്തിയെന്ന് കേട്ടാൽ 239A എന്ന് പറഞ്ഞ ആർട്ടിക്കിളിൽ മാറ്റം വരുത്തി. ഈ 239 ഇതില് നമ്മുടെ ഡൽഹിയിലെ സംവരണ സീറ്റുകളെ കുറിച്ച് പറയുന്നതാണ് 239AA എന്ന് പറയുന്നത്. അപ്പൊ അതിൽ മാറ്റം വരുത്തി. ചോദ്യമാണ്, നിങ്ങൾക്ക് വീണ്ടും ചോദിക്കും, നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന ആ ഭേദഗതി ബില്ലില് മാറ്റം വരുത്തിയ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 239A ആണ് അല്ലേ മാറ്റം വരുത്തിയത്. ഓക്കെ. ഇനി 3 ആർട്ടിക്കിൾ ആഡ് ചെയ്തു. ഓക്കെ, ഇവിടെ നോക്കുവാണേ. ആഫ്റ്റർ ആർട്ടിക്കിൾ 330 ആർട്ടിക്കിൾ 330 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഷാൾ ബി ഇൻസർട്ടഡ്. അതായത് 330A എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആഡ് ചെയ്തു. 330A എന്ന ആർട്ടിക്കിൾ ആഡ് ചെയ്തു. 330A എന്ന ആർട്ടിക്കിളിലാണ് സീറ്റ്സ് ഷാൾ ബി റിസർവ്ഡ് ഫോർ വുമൺ ഇൻ ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ. ആ ചാർജ് ഒന്ന് കുത്തിവെക്കുക, ചാർജ് ചെയ്യാറായി. ഓക്കെ. സീറ്റ്സ് ഷാൾ ബി റിസർവ്ഡ് ഫോർ വുമൺ ഇൻ ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ. ഓക്കെ. അതായത് ലോകസഭയിലെ സ്ത്രീ സംവരണം പറയുന്നത് 330A എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ്. അപ്പോ ആ 3 ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. അതിൽ ഒരെണ്ണം നമ്മൾ പഠിച്ചു, 330A. ഓക്കെ. ഇനി അടുത്ത്, ആഫ്റ്റർ ആർട്ടിക്കിൾ 332 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഷാൾ ബി ഇൻസർട്ട്, നെയിംലി 332A. അതായത്
332 ശേഷം 332A എന്ന് പറയുന്ന ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. അതാണ് ഏത് പറയുന്നത്? സ്ത്രീ സംവരണം, ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലെ സ്ത്രീ സംവരണം പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതുപോലെ മൂന്നാമത്തെ ആർട്ടിക്കിള് ആഫ്റ്റർ ആർട്ടിക്കിൾ 334A എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. അവിടെയാണ് ഈ നിയമം എപ്പോൾ നിലവിൽ വരുമെന്നും അതുപോലെ തന്നെ എത്ര കാലമാണ് ഇതിന് കാലാവധി ഉണ്ടെന്നും പറയുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിയടാ, ഡീലിമിറ്റേഷൻ ഈസ് അണ്ടർടേക്കൺ. അതായത് ഡീലിമിറ്റേഷന് ശേഷം നമ്മുടെ ഇപ്പൊ 2021 സെൻസസ് നടന്നിട്ടില്ലല്ലേ? 2020 സെൻസസ് നടന്നിട്ടില്ല. ആ സെൻസസിന് ശേഷം ഡീലിമിറ്റേഷൻ വരും. കാരണം നമ്മുടെ നിയോജക മണ്ഡലങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ജനസംഖ്യ ആനുപാതികമായിട്ടാണ് അല്ലേ? ജനസംഖ്യ ആനുപാതികമായിട്ടാണ്. അപ്പൊ ജനസംഖ്യ കണക്കെടുപ്പായിട്ടുള്ള കനേശുമാരി അല്ലെങ്കിൽ സെൻസസ് നടന്നതിന് ശേഷം അതിന് ശേഷമായിരിക്കും ഇത് നിലവിൽ വരുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഇതിന്റെ എക്സ്പയറേഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെ 15 years കേട്ടോ, പീരീഡ് ഓഫ് 15 years. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നുകൂടെ പറയണേ പിള്ളേരെ. ഓക്കെ, നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? 128ാമത്തെ ഭേദഗതി ബില്ലായിരുന്നു. 106ാമത്തെ ഭേദഗതിയായിട്ട് നിലവിൽ വന്നു. ഒരു ആർട്ടിക്കിളിൽ മാറ്റം വരുത്തി, 239A എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ മാറ്റം വരുത്തി 3 ആർട്ടിക്കിള് ആഡ് ചെയ്തു. 3 ആർട്ടിക്കിള് 330A എന്ന് പറയുന്ന ആർട്ടിക്കിള്, 332A എന്ന് പറയുന്ന ആർട്ടിക്കിള്, 334A എന്ന് പറയുന്ന ആർട്ടിക്കിൾ. 330A പറയുന്നത് ലോകസഭയിലെ വനിതാ സംവരണം, 332A എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭകളിലെ വനിതാ സംവരണം, 334A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമം എപ്പോൾ നിലവിൽ വരുമെന്നും എത്രയാണ് കാലാവധി എന്നും പറയുന്നതാണ് ഈ 334A. മനസ്സിലായോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഈ പോർഷനിലുണ്ടോ? ഇല്ല. ഓക്കെ, ശരി, ക്ലിയർ ആണ്. അടുത്ത പോർഷനിലേക്ക് പോവാം. ലാസ്റ്റ് ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോണത്. ചെയ്തോ? ലാസ്റ്റ് അല്ല, ഈ ചോദ്യം ഒന്നുകൂടെ ഉണ്ട്. ഇപ്പൊ കഴിയും, ഇതിലൊന്നും പറയില്ല, പെട്ടെന്ന് എഴുതുന്നതാണ്. A writ of prohibition is an order issued by the Supreme Court or High Court to. എന്തിനാണ് പ്രൊഹിബിഷൻ റിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. പ്രൊഹിബിഷൻ റിട്ട് എന്തിനാണ്ടാ? ദ ലോവർ കോർട്ട് പ്രൊഹിബിറ്റിംഗ് continuation of proceeding in a case. Okay, the lower court prohibiting continuation of proceeding in a case. അതായത് നമ്മുടെ കീഴ്ക്കോടതികളെ അവരുടെ അധികാര പരിധി ലംഘിക്കുന്നത് തടയാനും അല്ലെങ്കിൽ ഈ തെറ്റായിട്ടുള്ള വിചാരണ തടയാനും പ്രൊഹിബിറ്റ് ചെയ്യുക. അതാണ് ഏതിൽ വേണ്ട പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞ റിട്ടില് വരുന്നത് അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ശരി, അടുത്ത ലാസ്റ്റ് ചോദ്യം. ഈ ചോദ്യം ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അടുത്ത വർക്കൗട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ശരി, ഉത്തരം കമന്റ് ചെയ്യണം എല്ലാവരും. Okay. Consider the following statements. It is the governor of the state who recognizes and declares any community of the state as a scheduled tribe. So, point മനസ്സിലായോ നിങ്ങൾക്ക്? പോയിന്റ് എന്താണ് മനസ്സിലായോ? അതായത് ഗവർണർ ആണ് ഒരു സംസ്ഥാനത്തെ ഒരു കമ്മ്യൂണിറ്റിയെ ഷെഡ്യൂൾഡ് ട്രൈബ് ആണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ശരിയോ തെറ്റോ? പിള്ളേരെ, അത്
തെറ്റാണ്. ഓക്കെ, ആർട്ടിക്കിൾ 342 പ്രകാരം അത് അതിൽ ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അമെന്റ്മെന്റിൽ ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞത് പോകുന്നേ ഉള്ളൂ. അത് തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, പ്രസിഡന്റ് ആണ്. ഗവർണർക്ക് ഇവിടെ എന്തെങ്കിലും റോൾ ഉണ്ടോ? ഗവർണർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ ഇവിടെ? ഗവർണർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ ഈ കാര്യത്തിൽ? ഗവർണർക്ക് റോൾ ഉണ്ട്. ഗവർണറോട് കൂടി ആലോചിച്ചിട്ടാണ് പ്രസിഡന്റ് ഇത് പ്രഖ്യാപിക്കുന്നത്. മനസ്സിലായോ? ഗവർണറോട് ചോദിച്ചിട്ടാണ് പ്രഖ്യാപിക്കുക. ഇപ്പൊ ഒരു സംസ്ഥാനത്തെ ഒരു വിഭാഗത്തെ ഷെഡ്യൂൾ ട്രൈബായിട്ട് പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ 342 പ്രകാരം ആരാണ്? പ്രസിഡന്റ് ആണ്. പക്ഷെ ഗവർണറോട് ആലോചിച്ചിട്ടാണ്. വേണ്ട, അടുത്ത് അത് തെറ്റാണ്. ഇല്ല, അത് മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം അത്. ഓക്കെ, അടുത്ത, എ കമ്മ്യൂണിറ്റി ഡിക്ലെയർഡ് ആസ് എ ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻ എ സ്റ്റേറ്റ് നീഡ് നോട്ട് ബി സോ ഇൻ അനദർ സ്റ്റേറ്റ്. അതായത് ഒരു സംസ്ഥാനത്ത് ഷെഡ്യൂൾഡ് ട്രൈബായിട്ട് പ്രഖ്യാപിച്ചത് മറ്റൊരു സംസ്ഥാനത്ത് ഷെഡ്യൂൾഡ് ട്രൈബായിട്ട് വരണമെന്നില്ല. ശരിയോ തെറ്റോ? ശരിയാണ്. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ റിസർവേഷൻ അല്ല മറ്റൊരു സംസ്ഥാനത്ത് ഉള്ളത് അല്ലേ? ഓക്കെ, അപ്പൊ അത് ശരിയാണ്. ഓക്കെ, അത് ശരിയാണ്. അപ്പം 2 ഒള്ളിയാണ്. നമുക്ക് ഇടപിള്ളരെ നമുക്കിതാ ഇവിടെ നമുക്ക് അടുത്ത വർക്കൗട്ടില്ല, അത് നമുക്ക് നാളെ തന്നെ ചെയ്യാം. നാളെ നമ്മൾ കുറച്ച് സ്റ്റേറ്റ് PSC ക്വസ്റ്റ്യൻസ് നമുക്ക് എടുത്തിട്ട്, ഇത് UPSC ആണ്, അതാണ് നമുക്ക് നാളെ നോക്കേണ്ടത്. അപ്പൊ നാളെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ആർട്ടിക്കിൾ 330 മുതൽ 342 വരെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അവിടെ നമുക്ക് പറയുന്നതാണ് ഈ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്നിവയെ കുറിച്ചാണ് 330 മുതൽ 342 വരെ പറയുന്നത്. ഏത് പാർട്ടിലാണെന്ന് അറിയൂടാ? അത് ഏത് പാർട്ടിലാണ്? പാർട്ട് 16 പാർട്ട് 16 അത് പറയുന്നത്. പാർട്ട് 16. ഓക്കെ, ക്ലിയർ ആണ്.